ഞാനിന്നൊരു കേര മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഉലുവ ഇട്ടു, ഉലുവ പൊട്ടി, കടുക് പൊട്ടിച്ചു, കടുക് ഇട്ടു, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നന്നായിട്ട് വഴറ്റുക. സവാള നന്നായി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത്, മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് നന്നായി വഴറ്റാവുന്നതാണ്. എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നന്നായി കഴുകി വൃത്തിയാക്കിയ പുളിയാണ്. കുറച്ച് വെള്ളത്തോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിടാവുന്നതാണ്. കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് പറക്കിയിട്ടു. നമ്മുടെ കറി ചാറെല്ലാം കുറുകി നന്നായി വന്നിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നത്. എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക്, കമൻറ്റ്, ഷെയർ പോലും എനിക്ക് വിലപ്പെട്ടതാണ്. എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് 28 വ്യൂസ് എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. 1 മില്യൺ വ്യൂസ്. ലാസ്റ്റ് 28 ഡേയ്സിൽ എനിക്ക് 1 മില്യൺ വ്യൂസ് കിട്ടി. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ വിചാരിച്ചത് എനിക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. 1 മില്യൺ വ്യൂസ് അങ്ങനെ കിട്ടാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് 1 മില്യൺ വ്യൂസ് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ തോന്നുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭരാത്രി, സുഖനിദ്ര. ബൈ.